സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സംഭവമാണിത്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള വയനാട് മക്കിമലയിൽ നടന്ന ഉഗ്ര സ്ഫോടനം. യഥാർത്ഥത്തിൽ ഈ ഉഗ്രശേഷിയുള്ള ഒരു ബോംബ് കണ്ടെത്തിയത്, സ്ഫോടനം നടന്നില്ല, ഈ ബോംബ് കണ്ടെത്തിയത് ശരിക്കും കേരളത്തിലെ ആദ്യ സംഭവമാണ്. ഇങ്ങനൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. വനംവകുപ്പ് വാച്ചേഴ്സിൻ്റെ ജാഗ്രതയാണ് ഈ ബോംബ് കണ്ടെത്താൻ കാരണമായതെന്നാണ് ഈ വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. CPI മാവോയിസ്റ്റ് കബനി ദളത്തിൻ്റെ സജീവമായ സാന്നിധ്യമുള്ള മേഖലയിലാണ് ഉഗ്രശേഷിയുള്ള ബോംബ് കണ്ടെത്തിയത്. ആളെണ്ണം കുറഞ്ഞുവെങ്കിലും വയനാട്, കണ്ണൂർ, കർണാടകയുടെ വനമേഖല എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം ഇപ്പോഴും സജീവമാണ്. ആറളത്തെ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടിരുന്നു. രക്തത്താൽ രക്തകടം വീട്ടുമെന്നായിരുന്നു മാവോയിസ്റ്റുകളുടെ ഭീഷണി. ഈ ഭീഷണിയുടെ തുടർച്ചയാണോ മക്കിമലയിലെ ബോംബെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. ആറളം മുതൽ തിരുനെല്ലി വരെ നീളുന്ന വനമേഖലയിൽ റെഡ് കോറിഡോറാക്കി മാറ്റിയിട്ടുണ്ട് മാവോയിസ്റ്റുകൾ. തലപ്പുഴ കേന്ദ്രീകരിച്ച് മാത്രം നടന്നത് 1 വർഷത്തിനുള്ളിൽ 3 ഏറ്റുമുട്ടലുകൾ. ഏറ്റവും ഒടുവിൽ ചന്ദ്രു, ഉണ്ണിമായ എന്നിവർ പിടിയിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് മുമ്പുള്ള ദിവസം പോലും മാവോയിസ്റ്റുകൾ കമ്പമലയിലെത്തി. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നു. ഇതിനു മുമ്പായിരുന്നു നവംബർ 13-ന് ആറളത്ത് കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കവിതയുടെ മരണത്തിൽ പകരം ചോദിക്കുമെന്ന തിരുനെല്ലി ഹുണ്ടികപ്പറമ്പിലെ പോസ്റ്ററുകൾ. രക്തത്താൽ രക്തകടം തീർക്കുമെന്ന ഭീഷണിയുടെ തുടർച്ചയാണോ തണ്ടർബോൾട്ടും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും സഞ്ചരിക്കുന്ന വഴിയിലെ ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബ് കണ്ടെത്തിയതെന്ന സംശയമാണ് ഉയരുന്നത്. ഇന്നലെ തദ്ദേശീയരായ വനംവകുപ്പ് വാച്ചർമാരുടെ ജാഗ്രതയിലാണ് ബോംബ് കണ്ടെത്താൻ സാധിച്ചത്. പിന്നെ വയറ് മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒരു 30 മീറ്ററോളം ഉള്ളോട്ട് വയറിങ്ങനെ പോയിന്. ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ച പോലെ അതിൻ്റെ എൻഡ് അതിലേക്ക് ഇട്ട് വെച്ചിന്. മണ്ണ് വെറുതെ ഇങ്ങനെ തോണ്ടി നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു കവറ് പൊതിഞ്ഞിട്ട് കാണുന്നുണ്ട്. വെടിമരുന്നിൻ്റെയും മറ്റേ ആണിയും അത് പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഒരു 4-5 പാക്കറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ വലിച്ചെറിഞ്ഞ പോലെ പൊട്ടിയ രീതിയിലുള്ള ഒരു സംഭവം അവിടെയും കാണുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് കോടക്കാട് വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് പുല്ലരിയാൻ പോയ സ്ത്രീകളും അസാധാരണ വസ്തുക്കൾ കണ്ടിരുന്നു. സോളാർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണോ എന്ന് കരുതി. അതിനാൽ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ബോംബെന്ന് വ്യക്തമായതോടെ നടുക്കമുണ്ടായെന്ന് പ്രദേശവാസികൾ. പ്ലാസ്റ്റിക് നൂല് കൊണ്ട് കെട്ടിയ ഒരു പൊതിയ കണ്ടത്. അപ്പോൾ അതൊരു ഇത്ര വണ്ണത്തിൽ, ഈ നീളത്തിൽ ഇങ്ങനെ നല്ല വരിഞ്ഞ് ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും അനിയത്തിയും കൂടി പുല്ല് എത്താൻ പോയപ്പോൾ പിന്നെ ഏട്ടൻ വരാൻ വേണ്ടി കാത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ കൂണ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അന്നേരം ഈ ഫെൻസിങ്ങിൻ്റെ സൈഡിൽ കൂടെ, ഫെൻസിങ്ങിൻ്റെ അപ്പുറം കടന്നിട്ടില്ല, ഫെൻസിങ്ങിൻ്റെ ഇപ്പുറം ഞങ്ങൾ ഉള്ളിൽ തന്നെ കടന്നിട്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ ആ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ തോണ്ടി നോക്കി. ഇതെന്താ സാധനം, ഏട്ടൻ മറന്നു വെച്ചാണോ എന്ന് വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൽ ആണിങ്ങനെ ടൈറ്റിൽ വെച്ചിട്ട് പിന്നെ നല്ല പ്ലാസ്റ്റിക് നൂല് കൊണ്ട് കെട്ടി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്ന് പകലാണ് ബോംബ് നിർവീര്യമാക്കാനായത്. നിയന്ത്രിത സ്ഫോടനത്തിലുമുണ്ടായത് ശക്തമായ ശബ്ദമാണ്. പ്രദേശത്ത് അതിജാഗ്രത പുലർത്തുന്നുണ്ട് പോലീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം മക്കിമലയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മാവോയിസ്റ്റുകൾ തുടർച്ചയായി വന്നുപോകുന്ന സ്ഥലമാണ് തലപ്പുഴയ്ക്കടുത്തുള്ള മക്കിമല, കമ്പമല പ്രദേശങ്ങൾ. പക്ഷേ ഇത്തരത്തിൽ ബോംബ് വയ്ക്കുന്ന സംഭവം ഇതാദ്യം. ഇതിൻ്റെ നടുക്കം നാട്ടുകാർക്കുണ്ട്. വ്യക്തമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതും. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.